ശരീരത്തിൽ ഇതുപോലെ വൈറ്റ് പാച്ചസ് ഉള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും പരിചയക്കാർക്കിടയിലും ഒക്കെ നമ്മൾ ധാരാളം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് സെലിബ്രിറ്റീസിനെ തന്നെ നോക്കുകയാണെങ്കിൽ ലോക പ്രശസ്തനായിട്ടുള്ള മൈക്കിൾ ജാക്സൺ, അദ്ദേഹത്തിന്റെ കാര്യം നോക്കുമ്പോൾ പലരും അദ്ദേഹം സർജറി ചെയ്ത് അങ്ങനെ ഒരു കളറിലെത്തിയെന്നാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലൂടെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവസ്ഥ വന്നത്. അതുപോലെ മമത മോഹൻദാസ്, നമുക്കറിയാം മലയാളികൾക്ക് വളരെയേറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മമത. 2 പ്രാവശ്യം ക്യാൻസറിനെ തരണം ചെയ്ത് ജീവിതത്തെ തിരിച്ചു പിടിച്ച ആളാണ്. മമതയുടെ ജീവിതത്തിലും മറ്റൊരു വെല്ലുവിളിയായിട്ട് ഈ അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അസുഖത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ അസുഖത്തിന്റെ പേര് വിറ്റലൈഗോ, VITILIGO, വിറ്റലൈഗോ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ചിലർ വിറ്റലിഗോ എന്ന് പറയും, ശരിക്കും അതിന്റെ വിറ്റലൈഗോ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഈ ഒരു അസുഖം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റ് പാച്ചസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന ആ അസുഖത്തിനാണ് വിറ്റലൈഗോ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ കൈകളിൽ, മുഖത്ത്, ഇതൊക്കെയാണ് ഇത് പ്രോമിനൻ്റ് ആയിട്ട് വരാറുള്ളത്. ഈ വിറ്റലൈഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു മുഖമായിരിക്കും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്. അതുപോലെ തന്നെ എനിക്കും ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതായത് ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ക്ലാസ്സിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഈ ചുണ്ടിന് താഴെയായിട്ട് അതുപോലെ കൈ വിരലുകളിലും കയ്യിലും ഒക്കെ വൈറ്റ് പാച്ചസ് കാണാറുണ്ടായിരുന്നു. ഞങ്ങളുടെ യൂണിഫോം എന്ന് പറയുന്നത് യൂഷ്വലി എല്ലാ സ്കൂളുകളിലും യൂണിഫോം പോലെ ഹാഫ് സ്ലീവാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും വേണ്ടി ഈ കയ്യിലുള്ള പാച്ചസും ചുണ്ടിൻ്റെ അടിയിലുള്ള ഈ ഒരു പാച്ചസും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എല്ലാ കൂട്ടത്തിലും എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും മറ്റുള്ളവരെ വിഷമിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ, ബുള്ളി എന്നൊക്കെ നമ്മൾ പറയും. അതായത് അങ്ങനെയുള്ള ആളുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ആ ഒരു സ്വഭാവ ഗുണം കാണിക്കും. മറ്റുള്ളവരെ വിഷമിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കി സ്വയം സന്തോഷം കണ്ടെത്തുക. അപ്പോൾ അങ്ങനൊരു കുട്ടി എൻ്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. വിഷ്ണു എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ എപ്പോഴും ഇവനെ ഈ വീട്ടിലേക്ക് ഉള്ള ആ കുട്ടി എപ്പോഴും കൂട്ടം കൂടി കളിയാക്കുകയും, ഇവൻ മാത്രമല്ല ഇവൻ്റെ കുറച്ച് സിൽബന്തികളുണ്ട്, ഇവൻ്റെ കുറച്ച് ആ ഗ്യാങ്ങിൽ കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂട്ടം കൂടിയിട്ട് ഇവനെ കളിയാക്കുകയും പാണ്ഡൻ നായ എന്ന് വിളിച്ച് അവനെ കളിയാക്കുമായിരുന്നു. ഒരു 10 വയസ്സുകാരന് എത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ അത് ബാധിക്കും എന്ന് ചിന്തിക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും അപ്പോൾ ആ കുട്ടികൾക്കൊന്നും ഇല്ല. അവൻ അപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അവൻ വലുതായി കഴിഞ്ഞ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇവനും ഇവൻ്റെ ഈ വാലുകളും എല്ലാം കൂടി ഇവനെ ഈ കുട്ടിയെ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് ക്ലാസ്സിലെ മറ്റു കുട്ടികളും അവനെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ക്ലാസ്സിൽ നിന്ന് കരഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം അവൻ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടുകൊണ്ട് വരാൻ തുടങ്ങി ക്ലാസ്സിൽ. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന അവൻ അന്ന് ആ വീട്ടിൽ ചെന്ന് എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാരോട് എത്രത്തോളം വിഷമിച്ച് സംസാരിച്ചിട്ടുണ്ടാവും, അത് കേട്ട് അവൻ്റെ അമ്മ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടായിരിക്കും പെട്ടെന്നൊരു ഫുൾ സ്ലീവ് ഷർട്ട് ഒരു ദിവസം കൊണ്ട് ആ വീട്ടുകാർ ചേഞ്ച് ചെയ്ത് ഇട്ട് കൊടുത്തത്. പോരാത്തതിന് മറ്റു കുട്ടികൾക്കൊക്കെ ഇവൻ്റെ അടുത്തിരിക്കാൻ പേടിയാണ്. കാരണം ഏതോ ഒരു കുട്ടിയുടെ അമ്മ PTA മീറ്റിങ്ങിന് എന്തോ വന്നപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നീ അവൻ്റെ അടുത്ത് പോയിരിക്കരുത്, ചിലപ്പോൾ അത് പകരുമെന്ന് കണ്ട് പറഞ്ഞു. അതിനുശേഷം മറ്റു കുട്ടികൾക്ക് ഇവൻ്റെ അടുത്തിരിക്കാൻ പേടിയാണ്, ഈ വെള്ളപ്പാണ്ട് പകരുമോ എന്നാലോചിച്ചിട്ട്. ഇനി നിങ്ങളെ തന്നെ ആ കുട്ടിയുടെ സ്ഥാനത്തുനിന്ന് ആലോചിച്ചോ. ഒരു ക്ലാസ് മുഴുവൻ നിങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ആളുകൾക്കിടയിൽ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുക, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ഒരാൾക്ക് നേരെ വിരൽ ചൂടുമ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നാണ്. ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ എനിക്കും കുറ്റബോധം തോന്നാറുണ്ട്. കാരണം അന്ന് അവനൊരു കമ്പനി കൊടുക്കാൻ എനിക്കും സാധിച്ചിട്ടില്ല. 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്കന്ന് 8 വയസ്സേ ഉള്ളൂ. എന്നെ വളരെ നേരത്തെയാണ് സ്കൂളിൽ കൊണ്ട് ചേർത്തത്. ആ ഒരു 8 വയസ്സുകാരൻ്റെ ചിന്താഗതി എനിക്കും ഒന്നും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം എന്നെക്കാളും മുതിർന്ന കുട്ടികളാണ്. കാരണം എല്ലാവരും കൂടി ഇത് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ പ്രോപ്പറായിട്ട് ഈ അസുഖം എന്താണെന്നോ ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനോ അന്നത്തെ ടീച്ചർമാരും അതിന് മെനക്കെട്ടില്ല. അവരും അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. ഞാനങ്ങനെ 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 5th സ്റ്റാൻഡേർഡ് മറ്റൊരു സ്കൂളിലേക്ക് മാറി. അതിനുശേഷം ഞാൻ പിന്നീട് അവനെ കണ്ടിട്ടില്ല. ശരിക്കും എന്താണ് ഈ വിറ്റ്ലിഗോ? ഇതങ്ങനെ പകരുന്ന ഒരു അസുഖമാണോ? ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്താണ്? വിറ്റ്ലിഗോ ഉള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്കും ഈ അസുഖം പകരുമോ? നിങ്ങൾക്കും ഈ അസുഖം വരാൻ സാധ്യതയുണ്ടോ? വിറ്റ്ലിഗോ ഉള്ള ഒരാളെ നിങ്ങൾ വിവാഹം കഴിച്ച് അയാളിൽ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിന് ഈ വിറ്റ്ലിഗോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് ഇതിനുള്ള ചികിത്സകൾ? പരിപൂർണമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒരു അസുഖമാണോ വിറ്റ്ലിഗോ? ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
വിറ്റലൈഗോ എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയല്ല, ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമല്ല. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂണിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ 2-3 വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥ, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തി സെൽസിനെ തന്നെ, നമ്മുടെ ശരീരത്തിനെ തന്നെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് പലതരത്തിൽ ഏകദേശം 150 മുകളിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിനെ, നമ്മുടെ ഹെയർ സെൽസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് അലോപേഷ്യ എന്ന് പറയുന്നു. അതുപോലെ ഇത് നമ്മുടെ മസിൽ ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് മയോസൈറ്റിസ് എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിന് നിറം നൽകുന്ന പിഗ്മെന്റുകളെ, ആ മെലനിൻ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെ ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് വിറ്റലൈഗോ എന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം 150 മുകളിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ സെല്ലുകൾ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിൽക്കുകയോ ചെയ്യുന്നു. അപ്പോഴാണ് സ്കിന്നിന് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നത്. ആ അവസ്ഥയ്ക്കാണ് വിറ്റലൈഗോ എന്ന് പറയുന്നത്. മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആൽബം ത്രില്ലർ എന്ന് പറയുന്ന ഒരു ആൽബത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വളരെ ചെറിയ രീതിയിൽ white patches കാണാൻ തുടങ്ങി. Okay, number one, this is the situation. I have a skin disorder that destroys the pigmentation of the skin. It's something that I cannot help. Okay, but when people make up stories that I don't want to be who I am, it hurts me. So when did this start? When did the color of your skin start to change? Oh boy, sometime after Thriller. When people see something like that. I just want to get this straight. You are not taking anything to change the color of your skin. Oh God, no. You did not purposely. We're trying to control it, and using makeup evens it out because it makes blotches on the skin, and I have to even out my skin. അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ കൈവിരലുകളിലൊക്കെ വന്നത് അദ്ദേഹം മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്ത് മറയ്ക്കാനും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇത് പതിയെ വ്യാപിക്കാൻ തുടങ്ങി. ഇത് വ്യാപിക്കും തോറും അദ്ദേഹം കൂടുതൽ സമയമെടുത്ത് മേക്കപ്പ് ചെയ്ത് അതിനെ കവർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ശരീരത്തിന്റെ 50% മുകളിൽ ഈ വൈറ്റ് പാച്ചസ് ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം വൈറ്റ് കളറിലെ മേക്കപ്പ് ഇട്ട് സ്വന്തം സ്കിൻ കളറിനെ ഈ വൈറ്റ് പാച്ചസിന്റെ കളറുമായിട്ട് മാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ഇത് കൂടി അദ്ദേഹത്തിന്റെ ശരീരം ഓൾമോസ്റ്റ് മുഴുവനായി ഈ വൈറ്റ് കളറിലെ പാച്ചസ് ആയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു നിറത്തിൽ മൈക്കിൾ ജാക്സൺ എത്തിയത്. ഈ വിറ്റലൈഗോ എന്ന് പറയുന്ന അസുഖം നമുക്ക് പലപ്പോഴും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാറില്ല. എന്നാൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ സാധിക്കും. അതിന് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള കുറേ ഡെർമറ്റോളജിസ്റ്റ് എല്ലാം കൂടി ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മാക്സിമം സൺ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ്. വിറ്റലൈഗോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിലുള്ള UV റേഡിയേഷൻസ് വളരെയധികം ഈ അസുഖം മോശമാക്കാനാണ് വഴിയൊരുക്കുന്നത്. നാച്ചുറൽ പിഗ്മെന്റ് നഷ്ടപ്പെട്ട സ്കിൻ, അതായത് വിറ്റലൈഗോ ബാധിച്ച സ്കിൻ വളരെ പെട്ടെന്ന് സൺബേൺ അതിന് സംഭവിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഈ ഹാർഡായിട്ടുള്ള സണ്ണിൻ്റെ UV റേസൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഈ വിറ്റലൈഗോ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ നിഴല് നമ്മുടെ ശരീരത്തിനേക്കാൾ ചെറുതാണെങ്കിൽ ഒരിക്കലും ആ സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റിൽ പോയി നിൽക്കാതിരിക്കുക. സൂര്യൻ്റെ ഏറ്റവും ആഘാതമേൽപ്പിക്കുന്ന ഒരു ടൈമാണത്. അതായത് ഏകദേശം ഒരു 9:30 മുതൽ 5 മണി വരെയുള്ള ആ ഒരു വെയിൽ കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ സ്കിൻ സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ടൈപ്പ് SPF 50 മുകളിലുള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്യുക. ലോങ് ആയിട്ടുള്ള ഫുൾ ബോഡി കവർ ചെയ്യുന്ന ക്ലോത്തിങ്സോ ജാക്കറ്റുകളോ ഉപയോഗിക്കുക. ഈവൻ ഇനി പുറത്തേക്ക് പോകാത്ത ദിവസമാണെങ്കിൽ പോലും വീട്ടിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു SPF 30 താഴെയുള്ള അല്ലെങ്കിൽ SPF 30 വരെയുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ജനലുകളിൽ നിന്നും മറ്റ് വാതിലിൽ നിന്നും ഒക്കെ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുമെല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. സോ ഈ ഒരു അസുഖമുള്ള ആളുകൾ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും ബോഡി കവർ ചെയ്തിട്ടുള്ള ക്ലോത്തിങ്സോ അല്ലെങ്കിൽ സൺസ്ക്രീൻസോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് സൺസ്ക്രീൻ എടുത്ത് ദേഹം മുഴുവൻ തേച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകുന്നില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മിനിമം ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും സൺസ്ക്രീൻ ദേഹത്ത് തേച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അതുപോലെ ശരീരത്തിൽ മാക്സിമം മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഈ വീട്ടിലേക്ക് ഉള്ള ആളുകൾക്ക് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ പൊള്ളലുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തും കൂടി ഈ വൈറ്റ് കളറുള്ള പാച്ചസ് വരാം. അതുപോലെ ടാറ്റു ചെയ്യാതിരിക്കുക. ടാറ്റു ചെയ്യുന്നതൊക്കെ ഈ അസുഖത്തിനെ ട്രിഗർ ചെയ്യും. അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊടുത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുക. ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നതും ശരീരത്തിൽ ഒരുപാട് ടോക്സിൻ വന്നു ചേരുന്നതും ഈ ഓട്ടോ ഇമ്മ്യൂണിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ്. ഈ ഓട്ടോ ഇമ്മ്യൂണിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ്.
സോ നമ്മുടെ ഇമ്മ്യൂണിറ്റി മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ശരീരത്തിലധികം ടോക്സിൻ ഉണ്ടാകാതെ നോക്കുക. ടോക്സിൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ടാകും. ഇപ്പോൾ നമുക്കൊരു കെമിക്കൽ എക്സ്പോഷർ ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോൾ കെമിക്കൽ ഫാക്ടറീസ് ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ കാലമായി എന്തെങ്കിലും തരത്തിലുള്ള ടാബ്ലറ്റ്സ് കുറേ നാളുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ശരീരത്തിൽ, അല്ലെങ്കിൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് റുട്ടീൻ കീപ്പ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഓറലായിട്ടുള്ള ഫുഡുകളിൽ കൂടി മാത്രമല്ല, അല്ലാതെ നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നും ടോക്സിൻ നമ്മുടെ ശരീരത്തുണ്ടാകാം. ഇതിനൊക്കെ പുറമെ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രെസ് ഉള്ള ഒരാളാണെങ്കിൽ, നല്ല രീതിയിൽ സ്ട്രെസ് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ടോക്സിൻസ് ഉണ്ടാക്കും. അപ്പോൾ അമിതമായിട്ടുള്ള സ്ട്രെസ്സും ഈ ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗർ ആകാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് മാക്സിമം സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക. സൂര്യന്റെയും മറ്റ് UV സോഴ്സസിൽ നിന്നുള്ള UV എക്സ്പോഷർ കുറയ്ക്കുക. നിങ്ങളുടെ അസുഖത്തിനെ പറ്റി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഓട്ടോ, ഇപ്പോൾ വിറ്റിലൈഗോ മാത്രമല്ല മറ്റേത് തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആണെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിനെ പറ്റി നമ്മൾ മാക്സിമം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പല തരത്തിലുള്ള പ്രയോജനം അതുകൊണ്ടുണ്ടാവും. അതുപോലെ ഈ വിറ്റിലൈഗോ പേഷ്യൻസ് നോക്കേണ്ട ഒരു കാര്യം, ഈ നിങ്ങളെപ്പോലെ തന്നെ സെയിം അസുഖമുള്ള ഈ വിറ്റിലൈഗോ ഉള്ള മറ്റാരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കൂടുതൽ സംസാരിക്കാനും അവരുമായിട്ടുള്ള കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ ശ്രമിക്കുക. കാരണം ഒരേ തരത്തിലുള്ള രണ്ട് പേര് തമ്മിൽ അവർക്ക് കൂടുതൽ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും പരസ്പരം ആശ്വസിപ്പിക്കാനും ഒക്കെ സാധിക്കും. സോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്യുക, അവരുമായിട്ടൊക്കെ നിങ്ങളുടെ സന്തോഷങ്ങളും വിഷമങ്ങളൊക്കെ അവരുമായിട്ട് പങ്കുവെക്കുക. അവർക്ക് നിങ്ങളെ കുറച്ചുകൂടെ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളും നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യുക, അതുപോലെ നമ്മുടെ മൈൻഡിന് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുത്ത് അതിനെ കാമായി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വിറ്റിലൈഗോ ഉള്ള ഒരാളുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം വരാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒന്നുമല്ല, ഒരു പകർച്ചവ്യാധിയൊന്നുമല്ല. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അങ്ങനെ ഒരു പകർച്ചവ്യാധിയല്ല. ഇപ്പൊ വിറ്റിലൈഗോ ഉള്ള ഒരാളുമായിട്ട് ഒരു പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിച്ചെന്ന് കരുതിയോ, അയാളുമായിട്ട് ഒരു ബെഡിൽ കിടന്നെന്ന് കരുതിയോ, ഇനി വിറ്റിലൈഗോ ഉള്ള ഒരാളെ വിവാഹം കഴിച്ചെന്ന് കരുതിയോ ഒന്നും നിങ്ങളിലേക്ക് ഇത് പകരില്ല. എന്നാൽ വിറ്റിലൈഗോ ഇല്ലാത്ത പേരൻസിന് ഉണ്ടായ ഒരു കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇത് വരാനുള്ള സാധ്യത 5 മടങ്ങാണ്. ആ ഒരു റിസ്ക് 5 ഇരട്ടിയാണ്. കാരണം ഒരു ജനറ്റിക് ഫാക്ടർ ചിലപ്പോൾ ആ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാനുള്ള, ആ ഒരു വിറ്റിലൈഗോ ട്രിഗർ ചെയ്യുന്ന ജനറ്റിക് ഫാക്ടർ ആ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഞാനങ്ങനെ അധികം ആരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ അമ്മയ്ക്കോ അച്ഛനോ വിറ്റിലൈഗോ ഉണ്ടെന്ന് കരുതി മക്കൾക്ക് ഉണ്ടാകുന്നത് ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ വിറ്റിലൈഗോ ഉള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ മക്കളെ നോക്കുമ്പോൾ അവർക്ക് ആർക്കും വിറ്റിലൈഗോ എന്ന് പറയുന്ന അസുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി ഈ വിറ്റിലൈഗോ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോർട്ടിക്കോ സ്റ്റെറോയിഡ് ക്രീംസ് ഇതിന് യൂസ് ചെയ്യാറുണ്ട്. ടോപ്പിക്കലായിട്ട് ഈ പാച്ചസ് ഉള്ള സ്ഥലത്ത് സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്ത് ആ പാച്ചസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ക്രീംസ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് സ്റ്റെറോയിഡ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഡോക്ടേഴ്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. കാരണം സ്റ്റെറോയിഡ്സിന് അതിൻ്റെതായിട്ടുള്ള പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. പൂർണ്ണമായിട്ടും ഈ അസുഖത്തിന് ഒരു ക്യൂറും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ടാക്രോളിമസ് ആൻഡ് പൈൻക്രോളിമസ് ഓയിൽമെന്റ്സ് ഇതിന് യൂസ് ചെയ്യാറുണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ട്. സ്റ്റിറോയിഡ് ഓയിൻമെന്റ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അധികം കാലത്തേക്ക് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഓയിൻമെന്റ്സിന്റെ പ്രത്യേകത. ഹാർഷായിട്ടുള്ള UV റൈസ് ഈ അസുഖത്തിനെ ട്രിഗർ ചെയ്യുകയും ഇതിനെ വേഴ്സ് ആക്കുകയും ചെയ്യുമെങ്കിലും കൺട്രോൾഡ് ആയിട്ടുള്ള UV റൈസ് ഇതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള UV ലൈറ്റ് കൊടുത്ത് അവിടെ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി UV റേഡിയേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ശരീരത്തിന്റെ വളരെയധികം ഭാഗങ്ങൾ ഇങ്ങനെ പാച്ചുള്ള ആളാണെങ്കിൽ അതിന് ഫോട്ടോ തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫോട്ടോ തെറാപ്പി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം മുഴുവൻ ഒരു ഫിക്സഡ് ടൈമിലേക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള UV ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എത്ര സമയത്തേക്ക് എത്ര ഇന്റൻസിറ്റിയിൽ UV ലൈറ്റ് വേണമെന്ന് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് തീരുമാനിക്കും. അതുപോലെ തന്നെ ഓറലി ഈ സ്റ്റിറോയിഡ് ഉള്ളിൽ കഴിക്കാനും കൊടുക്കാറുണ്ട്. പിന്നെയുള്ളൊരു മാർഗ്ഗമാണ് സർജറി എന്ന് പറയുന്നത്. പക്ഷേ സർജറിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സർജറി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോൺ ആക്റ്റീവ് വിറ്റിലിഗോ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. നോൺ ആക്റ്റീവ് വിറ്റിലിഗോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1 വർഷത്തിൽ ഒരു പുതിയ സ്പോട്ട് പോലും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സ്പോട്ട് ഈ 12 വർഷത്തിൽ വലുതാവാൻ പാടില്ല. അത് ആ ഒരു ലെവലിൽ തന്നെ ഇരിക്കണം. അതിനാണ് നോൺ ആക്റ്റീവ് വിറ്റിലൈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ നോൺ ആക്റ്റീവ് വിറ്റിലൈഗോ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ചുണ്ടിന് താഴെയോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ ഒരു സ്പോട്ട് വരും, അത് കൂടുകയില്ല കുറയുകയില്ല, അതങ്ങനെ നിൽക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു സർജറി ചെയ്ത് അത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ മഹേഷ് മാരുതിയുടെ ആ ഒരു ഷൂട്ട് കഴിഞ്ഞ സമയത്താണ് മമത വെളിപ്പെടുത്തുന്നത് വിറ്റിലൈഗോ എന്ന അസുഖത്തിൽ നിന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. ഇപ്പോൾ ശരീരത്തിന്റെ ഓൾമോസ്റ്റ് കുറേ ഭാഗങ്ങൾ ഈ ഒരു അസുഖം കീഴ്പ്പെടുത്തിയെന്നാണ് മമത പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോഡി ഫുൾ കവർ ചെയ്യുന്നുള്ള ക്ലോത്തിങ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും ഒരു ഇന്റർവ്യൂവിൽ മമത പറയുന്നുണ്ട്. Now when I spoke about my vitiligo, it was very difficult to wake up every day and see white color everywhere, you know, and becoming whiter and whiter. Body is almost 70% white. I have to put brown makeup, you know, and it's tough. I can't go out without makeup. Right.
நான் லாஸ்ட் அக்டோபர்லலாம் வந்து அழுந்துட்டே இருந்தது. பிகாஸ் ஐம் காலிங் மை ஃப்ரெண்ட்ஸ் அண்ட் சேயிங் என்னடா வீடியோ கால் பண்ண மாட்டேன் ப்ளீஸ், பிகாஸ் நான் மேக்கப் போடல. ஐம் crying. I don't want to go out. Because to make yourself feel better, you'll go to a coffee shop, go for a drive. But this, I don't like wearing makeup. So I don't want to go out then. So I started becoming very contained and sinking. I went to US for New Year. நான் சொன்னேன்ல, அப்போ அந்த 2 weeksல I forgot I have this problem. அப்படியே ஷார்ட்ஸ் ஷர்ட் எல்லாம் வெளியில போய் no makeup this I was very free. அந்த தாட்டே போயிடுச்சு. இல்லைன்னா இந்தியாவில் I have to put a shawl, I have to cover my neck, face and all that. And I went to US, came back, 2 days I sat at home. Third day I was like, let me just go out. Okay, let me go fill some petrol in my car. I took my car out, went to the gas station, just pay பண்றதுக்கு கொஞ்சம் on the window I put it down. I went in my pajamas only, pajama and t-shirt. அப்பதான் that guy asked me, ஐயோ மேடம் வந்து விட்டு கழுத்துனும் கை கொக்க ஆக்சிடென்ட் ஆயோ. Suddenly 10 kilo stress தலைமையில. I was like, oh my god, I had forgotten. நான் ஒண்ணுமே கவர் பண்ணாம நான் வெளியே வந்திருக்கேன். This is what is the problem. India is doing this to me. സോ ഇതൊക്കെയെന്ന് പറയുന്നത് ആർക്കും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള, ഇപ്പോൾ വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 10-25 വയസ്സ് വരെ ഒരു കുഴപ്പം ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ 25 വയസ്സ് കഴിഞ്ഞ് പെട്ടെന്നായിരിക്കും വരുന്നത്. ഓൾമോസ്റ്റ് ഈ വീട്ടിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവർക്കും ഒരു 10 മുതൽ 30 വയസ്സിനിടയിൽ ഇതിൻ്റെ സിംറ്റംസ്, ഒരു സിംഗിൾ പാച്ചെങ്കിലും വന്ന് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കാറുണ്ട്. ഇൻഫാക്ട് 30 കഴിഞ്ഞും വന്നിട്ടുള്ള ആളുകളുണ്ട്. സോ ഇതൊന്നും നമുക്കങ്ങനെ ക്ലിയർ ആയിട്ട് പ്രവചിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഒരു തരത്തിലുള്ള ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറുകൾക്കും പൂർണ്ണമായിട്ടുള്ളൊരു ക്യൂറ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. പക്ഷെ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയ്ക്ക് എത്രത്തോളം കണ്ടുപിടുത്തങ്ങളും എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്സും ആണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറുകൾക്കുള്ള പല രീതിയിലുള്ള മെഡിക്കേഷൻസും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഡിക്കേഷൻസും ഒക്കെ കണ്ടുപിടിച്ചേക്കാം. പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക, വിഷമിക്കാതിരിക്കുക, ഇതൊക്കെ തരണം ചെയ്ത് നമ്മളെ കൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും അത്രത്തോളം മുന്നോട്ട് പോകുക. സോ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വിട്ടിലേക്ക് ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അവർക്ക് ഈ വീഡിയോ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നവരെ ഐ ആം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.